കണ്ണൂർ കോർപ്പറേഷൻ നടത്തിയ ദസറ, അതിനെക്കുറിച്ച് ഇവിടെ അധ്യക്ഷ വിശദമായി തന്നെ പറഞ്ഞു. കണ്ണൂരുകാരുടെ സ്വന്തം ഉത്സവമായി മാറിയ കണ്ണൂർ ദസറ ഇത്തവണ അതോടൊപ്പം ഞങ്ങൾ വ്യാപാരോത്സവം നടത്തി എന്നുള്ളതാണ്. വ്യാപാര രംഗത്ത് വ്യാപാരികൾക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് വ്യാപാരോത്സവം നടത്തിയപ്പോൾ അത് ഏറ്റെടുത്തത് കോർപ്പറേഷൻ പരിധിയിലെ മുഴുവൻ ജനങ്ങളുമാണ്. അതോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ട് വ്യാപാരികളും അതിൻ്റെ ഭാഗവാക്കായി എന്നുള്ളതാണ്. അതോടൊപ്പം ഞങ്ങൾ ദസറ അതിന് സമാപനം എന്ന രീതിയിൽ ദസറയും വളരെ ഭംഗിയായി കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഓരോ വർഷവും കഴിയുന്തോറും ദസറയുടെ മാറ്റ് കൂടി വരുന്നു എന്നുള്ളതാണ്. പ്രതിദിനം എന്നോണം 25,000 30,000 ആളുകളൊക്കെ വന്നുകൊണ്ട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ കണ്ണൂർ ദസറ നേരിട്ട് കാണാനെത്തി എന്നുള്ളതാണ്. അത്രമാത്രം ജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദസറയെ സംബന്ധിച്ച് ഇനി അത് ദസറ നടത്തുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കേണ്ട വിഷയമില്ല. കാരണം അത് സമയമാകുമ്പോൾ ജനങ്ങൾ കളക്ട്രേറ്റ് മൈതാനിയിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിൽ കണ്ണൂർ ദസറ കണ്ണൂരിൻ്റെ ഐക്കണായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം വ്യാപാരോത്സവം ഞങ്ങൾക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. വ്യാപാരികളെ ഈ മേഖലയിൽ നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ വ്യാപാരങ്ങളെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ, ഞാൻ ഓർമ്മിക്കുന്നത് കൊറോണ കഴിഞ്ഞ തൊട്ട് അടുത്ത വർഷമാണ് ഞങ്ങൾ ദസറ പുനരാരംഭിച്ചത്. അന്നൊക്കെ 5 മണിയോടുകൂടി ആളുകൾ കടകളടച്ച് വീട്ടിൽ പോകുന്ന ഒരു സ്ഥിതിയായിരുന്നു. എന്നാൽ ദസറ തുടങ്ങിയതിന് ശേഷമാണ് വിജനമായ ടൗണ് ഒന്ന് ആളനക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അത് പിന്നീട് രാത്രി പുലരുവോളം ആളുകൾ കണ്ണൂരിൽ വന്ന് പോകുന്ന രീതിയിലൊക്കെ നമുക്ക് ദസറ കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തെ സജീവമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്ലബ് സുലൈമാനി എന്നാണ് എടുത്തത്. സ്ഥിരമായിട്ട് പോവാറുണ്ട്. അങ്ങനെ ഏച്ചിൻ്റെ കൂടെയും പിന്നെ ഫാമിലി ആയിട്ടെല്ലാം പോകാറുണ്ട്. അങ്ങനെ എടുത്തപ്പോഴും വേറെ ഷോപ്പിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. 7-8 കൂപ്പൺ കിട്ടിയിരുന്നു. അങ്ങനെ കാറ് സമ്മാനമായി ലഭിച്ചു എന്ന് കേട്ടപ്പോൾ എങ്ങനെയാണ്, ആരാണ് ഇത് അറിയിച്ചത്? അത് പിന്നെ അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് നോക്കിയതാണ്. അന്നേരത്തെ സമ്മാനം ഫസ്റ്റ് അടിച്ചത് കണ്ടു. എന്നിട്ട് എന്ത് പിന്നീടുള്ള ആഘോഷം എങ്ങനെയാണ്? ആദ്യം വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ എല്ലാം നോക്കി കൺഫേം ആക്കിയപ്പോ ഡ്രൈവിംഗ് ഒക്കെ അറിയോ? ഡ്രൈവിംഗ് അറിയില്ല. ഇനി പഠിക്കണം. കാർ ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നില്ല. സ്വപ്നം കൂടിയാണ് കാർ, അതിപ്പോ ലഭിച്ചു. കാറ് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ട് ഇനി അത് പഠിക്കണം.